ബാപ്പി ഇമ്മയൊക്കെ മരിച്ചാൽ ആ സ്വത്തോഹരി വെക്കാതെ ആങ്ങളമാരിങ്ങനെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. ആങ്ങളമാര് സ്വത്തോഹരി വെക്കാൻ തയ്യാറാകൂല. മൂത്ത ഇത്താത്താക്ക് താഴെയുള്ളവർക്കൊന്നും അവകാശങ്ങൾ കൊടുക്കാതെ ബാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, വർഷങ്ങളോളം ആ സ്വത്ത് ഇങ്ങനെ നീട്ടിയിടുകയാണ്. ഏക്കറക്കണക്കിന് സ്വത്തുണ്ട്, പല രൂപത്തിലുള്ള ബാങ്ക് ബാലൻസുകളുണ്ട്, സമ്പത്തുണ്ട്. ഓഹരി വെക്കാൻ തയ്യാറാവൂല. ഏതെങ്കിലും പെങ്ങന്മാര് ആങ്ങളമാരോട് പോയിട്ട് മുതലോഹരി വെക്കേണ്ട കാര്യം സൂചിപ്പിച്ചാൽ മതി. ബാപ്പ മരിച്ചപ്പോൾ കണക്ക് സ്വത്തിന്റെ പൂതിയായല്ലേ എന്ന് ചോദിക്കുന്നു. പേടിച്ചിട്ട് പാവങ്ങളായ പെങ്ങന്മാര് ചോദിക്കൂല. ഇത് മുതലെടുക്കുന്ന എത്രയോ ആങ്ങളമാരുണ്ട്. ശ്രദ്ധിച്ചോളണം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അധികം താമസിയാതെ സ്വത്ത് അങ്ങോട്ട് ഓഹരി വെച്ചു കൊടുത്തോളണം. ആരെ കൊണ്ട് ചോദിപ്പിക്കരുത്. നമുക്കതിൽ അവകാശമൊന്നുമില്ല. നമുക്കുള്ള അവകാശം പോലെ എൻ്റെ പെങ്ങന്മാർക്കും മറ്റുള്ളവർക്കുമൊക്കെ അവകാശങ്ങളുണ്ട്. അവർക്ക് അള്ളാഹു അനുവദിച്ച ആ സ്വത്ത് അവർക്ക് കിട്ടി, അവർ കൈകാര്യം ചെയ്തോട്ടെ. എന്തിനാ നമ്മളിതിങ്ങനെ കാത്ത് അടക്കി പിടിച്ച് കെട്ടി നിൽക്കുന്നത്? അത് ക്രൂരതയാണ്. അതുകൊണ്ട് തന്നെ അതും നമ്മൾ മനസ്സിലാക്കി